അപ്പൊ ഇന്ന് നമ്മള് ഗൂഗിൾ ആഡ്സിൽ സെക്കൻഡ് ക്യാമ്പയിൻ, അതായത് പെർഫോമൻസ് മാക്സ് എന്നാണ് ഈ ക്യാമ്പയിന്റെ പേര്. പെർഫോമൻസ് മാക്സ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിൽ മൾട്ടിപ്പിൾ ടൈപ്പ് ക്യാമ്പയിൻസ് ആണ്. അതായത് സെർച്ച് ക്യാമ്പയിൻ വരും, ഡിസ്പ്ലേ ക്യാമ്പയിൻ വരും, വീഡിയോ ക്യാമ്പയിൻ വരും, ഷോപ്പിംഗ് വരും. എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു ക്യാമ്പയിനാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ ക്യാമ്പയിനും കൂടെ മിക്സ് ചെയ്തൊരു ഒറ്റ ക്യാമ്പയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തു. ശരിക്കേ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. ആ ഇപ്പൊ നമ്മളിപ്പോ ഫേസ്ബുക്ക് ആഡ്സിൽ ക്യാമ്പയിൻ നമ്മൾ പഠിച്ചല്ലോ. ആ ഇനിയിപ്പോ എഫ്ബിയില് ഇപ്പൊ ശരിക്കും ഇനിയിപ്പോ അടുത്തൊരു ക്യാമ്പയിൻക്ക് പോണതിന്റെ മുന്നേ നമ്മള് ഒരു ക്യാമ്പയിൻ എങ്ങനെ നമ്മള് ഇൻവെന്ററി റെഡി ആക്കാന്നുള്ളത് പഠിക്കേണ്ടീനി. അത് ക്യാമ്പയിന്റെ മുന്നേ ഗോള് സെറ്റ് ചെയ്യണം, ഓഡിയൻസിനെ സെറ്റ് ചെയ്യണം. അതിനുള്ള ഒരു റൂട്ട് ഉണ്ടല്ലോ. ആ നമ്മളൊരു ഡോക്യുമെന്ററി തയ്യാറാക്കണേ. ആ ആ ആ ആ അയക്ക് പോണ്ടീനി ശരിക്കും. ഇനി നമ്മൾ ഈ ക്യാമ്പയിനും കൂടി പഠിച്ച് മറ്റേ ക്യാമ്പയിൻ മറന്നു പോയി. അതിന്റെ ഇൻവെന്ററി നമ്മള് പഠിക്കണില്ലല്ലോ. അതായത് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യാന് ക്യാമ്പയിന് എന്തൊക്കെ ഓഡിയൻസ് അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഇൻട്രസ്റ്റ്, ബിഹേവിയർ, ഇങ്ങനത്തെ ഓരോന്നിക്കും എങ്ങനെ ഫോക്കസ് ചെയ്യാന്നുള്ള ഒരു ഡോക്യുമെന്ററി കിട്ടിയാല് വളരെ നന്നായിന്. കാരണം വെച്ചാ ഇപ്പൊ അതിന് ഞാനൊക്കെ ഇപ്പോ ആ ക്യാമ്പയിൻ ചെയ്തിട്ട് ഇല്ല. ഇപ്പൊ സംഗതി 1500 നമ്മളിപ്പോ അതിന് സ്പെൻഡ് ചെയ്തിട്ട് ആ ആ ഒരു കുറച്ച് എൻക്വയറി വന്നല്ലാതെ ആ ഒരു കൺവേർഷൻ വന്നല്ലാതെ വേറെ ഒന്നും വന്നില്ല. അത് എന്തുകൊണ്ട് വന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളെ. ഇതെന്താ വെച്ചാല് നമ്മൾ ഡോക്യുമെന്റ് തയ്യാറാക്കാനുള്ളതെന്ന് വെച്ചാൽ അതിപ്പോ ഇതിലുള്ള ഒരു സംഭവമല്ല. അത് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഏതൊരു ആ ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ വെച്ചാല് ആ ഉം ക്യാമ്പയിന്റെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കും. ആ ഉം ഡോക്യുമെന്റിനെ നമ്മൾ സ്വയം കണ്ടെത്തിക്കാണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. അതായത് ഇപ്പൊ നമ്മള് ക്യാമ്പയിന്റെ നെയിം, ക്യാമ്പയിൻ നമ്മൾ ഉം ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ്, ദെൻ എന്താ ആ അതെ അതെ അതെ. ക്യാമ്പയിന്റെ ഓഡിയൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അറിയുന്ന ആ ഡാറ്റയാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഉം ഡോക്യുമെന്റ് വെച്ചിട്ട് നമ്മൾ ക്യാമ്പയിൻ ചെയ്യാന്നുള്ളതാണ്. അതെ അതെ അതെ. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ നിലവിൽ നമ്മളെ ഇതിന് ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ്, ഡോക്യുമെന്റ് ഫോർമാറ്റ് ഞാൻ അയച്ചുതരാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഏത് ക്യാമ്പയിൻ ആണെങ്കിലും അത് ഫില്ല് ചെയ്ത് ഡോക്യുമെന്റ് ആക്കിയതിന് ശേഷം ക്യാമ്പയിനിൽ ഇരിക്കുക എന്നുള്ളതാണ്. ആ അതെ 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 അതെ. അതിന്റെ ഡോക്യുമെന്റ് ഞാൻ എന്ത് ചെയ്തുതരാം, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടുതരാം. ആ ഓക്കെ, എന്നാലും മതി. പക്ഷെ എന്താന്ന് വെച്ചാലേ ആ ക്യാമ്പയിൻ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അത് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കിട്ടാൻ പ്രയാസം. പിന്നെയുള്ള ചാറ്റ് ജിപിടിനോടൊക്കെ ചോദിക്കാം ഇന്ന ബിസിനസ്സിൽ ഇന്ന ഓഡിയൻസിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാന്നുള്ളത്. ഉം ചാറ്റ് ജി പി അതേമാതിരി നമ്മളിപ്പോ ഈ ഒരു ഡൗട്ടും കൂടിയേ. നമ്മള് ഈ ക്യാമ്പയിൻ ചെയ്യുമ്പോ ഇപ്പൊ നമുക്ക് കൺവേർഷൻ വന്നു കഴിഞ്ഞാല് ഇപ്പൊ അതിലിപ്പോ ആ നമ്മളിപ്പോ ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ COD ആണല്ലോ, ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ. ആ ആ ആ അപ്പൊ അത് നമുക്ക് ഓട്ടോമേഷൻ നടത്താൻ ഒരു സോഫ്റ്റ്വെയർ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ കണ്ട്. അത് അത് നമ്മള് വാട്സപ്പ് അല്ലേ? വാട്സപ്പ് ഓട്ടോമേഷൻ ആണോ ഉദ്ദേശിച്ചത്? വാട്സപ്പ് ഓട്ടോമേഷൻ അല്ല. നമ്മളിപ്പോ ക്യാഷ് ഓൺ ഡെലിവറി നമ്മളിപ്പോ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഈ എല്ലാ കസ്റ്റമറും ചിലപ്പോ അത് 100% നമുക്ക് ആ സെയിൽ നടന്നോണമെന്നില്ലല്ലോ. അപ്പൊ ഈ ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോ കുറെ ROT വരാൻ ചാൻസ് ഉണ്ട്. അതെ. അപ്പൊ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഷിപ്മെന്റിന്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, COD ഒന്നും കൂടി അവർക്ക് ഒരു മെസ്സേജ് പോണ ഒരു സംഭവം ഉണ്ട്. അത് നമ്മളെ ഈ ഇതിന്റെ ഇതിൽ വരുന്ന തന്നെയാണ്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇതിൽ വരുന്ന തന്നെയാണ്. ഇവിടെ നമുക്ക് രണ്ട് അത് രീതിയിലാണ് കസ്റ്റമറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക. ഒന്ന്, നമുക്ക് വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം, നമ്മള് എന്താ ഫോൺ മറ്റേ റാസോർ പേ അതല്ലെങ്കിൽ ഷോപ്പിഫൈ പോലത്തെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതെങ്കിലും കണക്ട് ആകണം നമ്മളെ ആ പ്രൊഡക്റ്റിനായിട്ട്. ആ ആ അപ്പൊ ആ അതിലാണ് നിങ്ങൾ പറഞ്ഞ ഈ സംഭവങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പേയ്മെന്റ് ഗേറ്റ് വേ വരുന്നതും ക്യാഷ് ഓൺ ഡെലിവറിന്റെ ഓപ്ഷൻ വരുന്നതും. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അവർക്ക് മെസ്സേജ് പോയി കൺഫർമേഷൻ വരുന്ന സിസ്റ്റം ആ സാധനത്തിലുള്ളത്. ആ അത് അതാ അത് അതൊക്കെ അത് ഇപ്പൊ നമ്മളെ പിന്നെ പേയ്മെന്റ് ഗേറ്റ് വേ കൊടുക്കണല്ലേ. പിന്നെ ഒന്നുള്ളത് വാട്സപ്പിലാണ്. ആ വാട്സപ്പിൽ ഇപ്പൊ നമുക്ക് ഒരു എൻക്വയറി വരികയാണെങ്കിൽ വാട്സപ്പിൽ എന്ത് ചെയ്യുക, ചാറ്റ് ബോട്ട് എന്ന സംവിധാനം ഉണ്ട്. ഇപ്പൊ വാട്ടി, വാപ്സ് പോലെ കുറെ കമ്പനീസിന്റെ ചാറ്റ് ബോട്ട് ഉണ്ട്. ഈ ചാറ്റ് ബോട്ട് ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ഒരാൾ എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ സർവീസോ എന്ത് ചെയ്യും, ആ വാട്സപ്പിൽ ബൾക്കായിട്ട് മെസ്സേജ് വരും. അതിന്റെ ഫോട്ടോസ്, അതിന്റെ വീഡിയോസ്, അതിന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ അതിനെ കുറിച്ച്
ആളുകൾക്ക് കോമൺ ആയി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും വരും. അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിന് ആൻസർ ചെയ്ത് പോകും. എന്നിട്ട് അവർക്ക് അതിൽ ഏത് കാറ്റഗറി ആണ് വേണ്ടതെന്നൊക്കെ ഓട്ടോമാറ്റിക് ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് അതിലൂടെ എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്യിപ്പിക്കുക. പേയ്മെന്റ് ചെയ്യാനുള്ള 2-3 ഓപ്ഷൻ, ഒന്ന് വെബ്സൈറ്റിൽ നിന്ന് പേയ്മെന്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ആമസോണിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ആമസോൺ വഴി പേയ്മെന്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അതല്ലെങ്കിൽ ഓരോ ഓൺ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുക എന്നുള്ള ഒരു ഉപകാരം. അതിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് നടക്കുന്നു. അവർക്ക് എന്തെങ്കിലും ഡെലിവറി കൊടുക്കണം. ഈ രീതിയിലുള്ള 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ വെബ്സൈറ്റ് ത്രൂ, അതല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ. അത് രണ്ടില് ഏതാണെങ്കിലും ഇപ്പൊ വാട്സപ്പ് ആണെങ്കിൽ ഒരു ഞാൻ അതിന്റെ എനിക്ക് ഒരു സംഗതി അറിയണേ, ഞാൻ വിട്ടാറില്ല. ഒന്ന് അയച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണ് കണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്താ പറയുക, COD ഓട്ടോമേഷൻ ആണ് എന്നാണ് ഞാൻ കണ്ടത്. എന്താണെന്നുള്ളത് ഏത് പ്ലാറ്റ്ഫോം വഴിയാന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആയിക്കോട്ടെ, ഇന്നത്തെ ക്ലാസ് എടുക്കട്ടെ. ഓക്കെ. നമുക്ക് ഫേസ്ബുക്കിലാണെങ്കിൽ ഓട്ടോമേഷന് എന്താ, നമുക്ക് മെസ്സേജിന്റെ ഓപ്ഷനുകൾ കണ്ടിട്ടുണ്ടാവും. വാട്സപ്പ് ആണെങ്കിൽ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് കൊടുക്കാം. പക്ഷെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ, ഡീപ്പായിട്ട് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല. ബേസിക് ആയിട്ട് കുറച്ച് നമ്മുടെ പ്രൊഡക്റ്റിനോ സർവീസിനോ കുറിച്ച് കോമൺ ആയിട്ട് വരുന്ന FAQ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതിന്റെ ആൻസറും കാര്യങ്ങളും സെറ്റ് ചെയ്യാനേ ഇവിടെ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് പെർഫോമൻസ് മാക്സ് എന്ന ഒരു മിക്സ്ഡ് ക്യാമ്പയിൻ ആണ്. എല്ലാ ക്യാമ്പയിനോടും മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു ക്യാമ്പയിനാണ്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു, ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. ദെൻ അതിന്റെ ക്യാമ്പയിന്റെ നെയിം, അപ്പൊ ഞങ്ങളുടെ പെർഫോമൻസ് മാക്സ് ഓക്സ്ഡു എന്ന് ടൈപ്പ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ സ്ലോ ഉണ്ടോ. ബിഡിങ് ഓപ്ഷൻ, ബിഡിങ് നമ്മൾ കൺവേർഷൻ ആണോ കൺവേർഷൻ വാല്യൂ ആണോ എന്നുള്ളതാണ്. കൺവേർഷൻ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിന്റെ ഉള്ളില് അണ്ടറിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു ഇവന്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബിഡ് ചെയ്യുക. അതിന് എത്ര രൂപ. ഇപ്പൊ പർച്ചേസ് എന്നുള്ള ബട്ടൺ, ഒരാൾ പേയ്മെന്റ് ബട്ടൺ ആണെങ്കിൽ പേയ്മെന്റ് ഒരാൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര രൂപ ബിഡ് ചെയ്യുക, എത്ര രൂപ ഒരു ക്ലിക്ക് പർച്ചേസിങ്ങിന് തരാം എന്നുള്ള രീതിയിൽ കണ്ടീഷൻ കൊടുക്കുക. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ വെബ്സൈറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഇവന്റ് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. വെബ്സൈറ്റ് കണക്ട് ചെയ്തിട്ട്. ഓക്കെ. ദെൻ അടുത്ത കസ്റ്റമർ അക്യൂസേഷൻ, ബിഡ് ഫോർ ന്യൂ കസ്റ്റമേഴ്സ് ഓൺലി. പുതിയ കസ്റ്റമേഴ്സ്, നിലവിലുള്ള കസ്റ്റമേഴ്സ് അതല്ലെങ്കിൽ നമ്മൾ പുതിയ കസ്റ്റമേഴ്സിനെ മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിഡ് ചെയ്യുന്നത്, ഇപ്പൊ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നുണ്ട്, അപ്പൊ ഓൾറെഡി നമ്മളെ വെബ്സൈറ്റ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരല്ലാതെ പുതിയ കസ്റ്റമേഴ്സിനെ മാത്രം ബിഡ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ആണത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്ന ക്യാമ്പയിൻ സെറ്റിംഗ്സ് ആണ്. ഇവിടെ വരുന്നത് നമ്മളെ ക്യാമ്പയിന്റെ ലൊക്കേഷന്, നമ്മൾ എവിടെയാണ് ക്യാമ്പയിൻ ലൊക്കേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോ ഞാനിവിടെ മലപ്പുറം ഏറനാട് മുനിസിപ്പാലിറ്റി കേരള. ഇവിടെ നമ്മൾ ഈ മലപ്പുറം എന്നുള്ള കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സിറ്റിയാണ്. അത് വെറും 8600 മെമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. നമുക്ക് സിറ്റി കൊടുക്കാതെ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അഡ്വാൻസ് എന്നുള്ള ഓപ്ഷന് പോവാ. ഇവിടെ പോയിട്ട് നമുക്ക് സ്ഥലം ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തിന് റേഡിയസ് എന്നുള്ള ബേസിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണെന്ന് കാണിക്കും. നമുക്ക് 20 കിലോമീറ്റർ, മൈൽസും ഉണ്ട് കിലോമീറ്ററും ഉണ്ട്. കിലോമീറ്റർ കൊടുത്തു. നമുക്ക് ഇവിടെ പ്ലേസ്, ഇവിടെ ഞാൻ മലപ്പുറം കൊടുത്തു 20 കിലോമീറ്റർ കൊടുത്തു. ദെൻ സേവ് അടിച്ചു. അപ്പൊ മലപ്പുറത്തിന് 20 കിലോമീറ്ററിലാണ് നമ്മൾ ലൊക്കേഷൻ കൊടുത്തത്. ദെൻ ലാംഗ്വേജ് ഡിഫാൾട്ട് ആയിട്ട് ഇംഗ്ലീഷ് ഉണ്ടാവും. ദെൻ മലയാളം, നമ്മൾ മലപ്പുറം ആയതുകൊണ്ട് തന്നെ, കേരളം ആയതുകൊണ്ട് തന്നെ മലയാളം കൂടെ കൊടുക്കാം. ചില ആളുകളെ ബ്രൗസർ വരുന്നത് മലയാളത്തിലൊക്കെ ആയിരിക്കും ഫോണിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് ഓട്ടോമാറ്റിക് ക്രിയേറ്റഡ് അസറ്റ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് അസറ്റും ഫൈനൽ URL അസറ്റും ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക. ഇത് ഓട്ടോമാറ്റിക്കലി
നമ്മളെ വെബ്സൈറ്റിന്റെ ഡൊമൈന്, ലാൻഡിംഗ് പേജ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഗൂഗിൾ അവിടെ കാണിച്ചോളും. ഓട്ടോമാറ്റിക് അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഉള്ള കണ്ടന്റ് ബേസ് ചെയ്തിട്ട്. അപ്പൊ ഇത് ടിക്കറ്റ് കൊടുത്താൽ മതി. ഈ ഫൈൻ URL നമ്മളെ സൈറ്റിന്റെ URL അല്ലേ? അതെ HTTPS ആ ആ, സ്ലാഷ് അങ്ങനല്ലേ? അതെ 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 നമ്മുടെ വെബ്സൈറ്റിൽ ആ നമ്മൾ ഏത് വെബ്സൈറ്റിലേക്കാണ് ആഡ് റൺ ചെയ്യുന്നതെങ്കിൽ അതിന്റെ URL അത് ഡിഫൈൻ ചെയ്യാനുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ആഡ് ഷെഡ്യൂള്. നമുക്ക് ഏതൊക്കെ ദിവസം ആഡ് റൺ ചെയ്യാം എന്നുള്ള ഷെഡ്യൂൾ ചെയ്യാം. ഓരോ ദിവസം വെച്ചിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ, ഏത് സമയം സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്ന ക്യാമ്പയിന്റെ ഡേറ്റ് ആൻഡ് ടൈം ആണ്. ഇവിടെയൊക്കെ നമുക്ക് ഇതിന് മുമ്പത്തെ ക്യാമ്പയിനിൽ കൊടുത്ത ഇതേ സെയിം സംഭവം തന്നെ ഉണ്ടാവും, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ക്യാമ്പയിൻ URL ഓപ്ഷനിൽ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അടുത്തത് പേജ് ഫീഡ്സ്. ഇവിടെ നമുക്ക് വെബ്സൈറ്റിന്റെ നമുക്ക് പേജസ് എന്ത് ചെയ്യുക, അഡീഷണൽ പേജസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എബൌട്ട് പേജ്, അങ്ങനെ സർവീസ് സെക്ടർ പേജ്, അങ്ങനത്തെ പേജുകൾ. പിന്നെ ബ്രാൻഡ് എക്സ്ക്ലൂഷൻ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ചില ബ്രാൻഡ്. അപ്പൊ ഈ ഫസ്റ്റ് സെഷൻ ശരിക്കും സെയിം ആണ്. ഇതിലിപ്പോൾ അഡീഷണൽ വരുന്നത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് അസറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് അഡീഷണൽ വരുന്നത്. ഇവിടെ എന്താ ഏത് ചെയ്യാൻ, സെർച്ചിന്റെ മറ്റേ നോക്കുമ്പോഴോ? മറ്റേതും വെച്ച് നോക്കുമ്പോൾ ഈ ഫസ്റ്റ് സെഷനിൽ ഈ ഒരു ഓപ്ഷൻ മാത്രം അഡീഷണൽ വരുന്നുള്ളൂ. ഇപ്പൊ ഈ പേജ് ഫീഡ് പറഞ്ഞാൽ എന്താ നമ്മളെ? പേജ് ഫീഡ് എന്താണെന്ന് വെച്ചാലേ, നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന്റെ സെപ്പറേറ്റ് നമ്മുടെ വെബ്സൈറ്റിന് പേജസ് ഉണ്ടാവില്ല. ചില ഫോക്കസ്ഡ് പേജ് ഉണ്ടെങ്കിൽ നമുക്ക് എബൌട്ട് നമ്മുടെ പേജാണ്. ഇത് അതായത് ആഡ് നമ്മളെ ശരിക്കും ഹോം പേജ് അല്ലാതെ ഇതിനായിട്ട് നമ്മളൊരു ഒരു പേജ് ചിലര് ഉണ്ടാക്കും. ലാൻഡിംഗ് പേജ് എന്ന് പറയും. അതെ അതെ അതെ, ലാൻഡിംഗ് പേജ്. അതല്ലാതെ നമുക്ക് സെപ്പറേറ്റ് എന്തെങ്കിലും പേജ് കൊടുക്കാവുന്നില്ല. ആഡ് പേജ് ഫീഡ് സ്പെസിഫിക് പേജ് URL യൂസ് ഇൻ യുവർ ക്യാമ്പയിൻ. ഫൈനൽ URL എക്സ്പാൻഷൻ. കോഫി മധുരല്ല. Google know about your website, including any page fields by turning final URL extension. ഹലോ, ഹലോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കേൾക്കാം. സെപ്പറേറ്റ് നമുക്ക് വേറെ ഏതെങ്കിലും പേജ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ബിസിനസ് അസറ്റിന്റെ ആ പേജ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അഡീഷണൽ എന്തെങ്കിലും പേജ് കൊടുക്കണമെങ്കിൽ. പിന്നെ വരുന്നത് ഇതാണ് മെയിനുള്ള ഒരു ഓപ്ഷൻ. ഇതിപ്പോ എന്താ വെച്ചാൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ അസറ്റ് ക്രിയേറ്റ് ആയിക്കോളും. ജനറേറ്റ് അസറ്റ് ഫ്രം ആഡ്സ് യൂസിങ് ഐഡന്റിഫൈ ലാൻഡിംഗ് പേജ്. ഇപ്പൊ നമ്മളെ വെബ്സൈറ്റ് കൊടുക്കുമല്ലോ, ആ പേജിൽ നിന്ന് ഓട്ടോമാറ്റിക് വരുന്ന എന്തെങ്കിലും അതിന് കണ്ടന്റ് എടുത്തിട്ട് ഓട്ടോമാറ്റിക് ടെസ്റ്റ് അതുപോലെ ലിങ്ക് ഒക്കെ ഓരോന്നാണ് സെറ്റ് ആക്കിക്കോളും. അപ്പൊ അതിനുള്ള ടിക്കറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ബാക്കിയുള്ളതൊക്കെ സെയിം, സെർച്ച് ക്യാമ്പയിന്റെ സെയിം ആണ്. പിന്നെ വരുന്നത് ആഡ് ഗ്രൂപ്പ്. ഇവിടെയാണ് ഇപ്പൊ നമുക്ക് വ്യത്യാസം ഉള്ളത്. മറ്റിനേക്കാൾ ഏറ്റവും കൂടുതൽ വ്യത്യാസം മെയിൻ ആയിട്ട് വരുന്നത് ഏരിയ ആഡ് ഗ്രൂപ്പ് ആണ്. ഇവിടെ ആഡ് ഗ്രൂപ്പില് ഞാൻ ജസ്റ്റ് പേര് കൊടുത്തു, പെർഫോമൻസ് ആഡ് ഗ്രൂപ്പ് കൊടുത്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഒന്ന് ഫൈനൽ URL. ഫൈനൽ URL എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക്. നമ്മൾ ഏത് ലിങ്ക് ആണ്, ലാൻഡിംഗ് പേജ് ഉണ്ടെങ്കിൽ നമുക്ക് ലാൻഡിംഗ് പേജ് കൊടുക്കാം. ലാൻഡിംഗ് പേജ് എന്നാൽ നമുക്ക് ഗൂഗിൾ ആഡ്സിന് വേണ്ടി സെപ്പറേറ്റ് സിംഗിൾ പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതുണ്ടെങ്കിൽ അത് കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക്. ദെൻ അടുത്തത് ഇവിടെ കൊടുക്കാനുള്ള ഇമേജസ് ആണ്. 20ഓളം ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. 20 ഇമേജ്. ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്നുകിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ സജസ്റ്റ് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന്. ആ വെബ്സൈറ്റിലുള്ള ഇമേജ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർ എന്ത് ചെയ്യും, സ്കാൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് തരും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമുക്ക് ഇത് നോക്കിയിട്ട് പല സൈസിലുള്ളതുണ്ടാവും, അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് ആണ്. പിന്നെ അതുപോലെ ഫ്രീ സ്റ്റോക്ക് ഇമേജ്, സ്റ്റോക്ക് എന്ന് എടുത്ത ഇമേജ് ഉണ്ടാവും. പിന്നെ അങ്ങനെ കണക്ട് ചെയ്തെടുത്തവർ കുറെ ഇമേജസ് ഉണ്ടാവും. നമുക്ക് ഏതാ വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മുടെ സൈറ്റിൽ നിന്ന് എടുത്ത കുറെ ഇമേജസ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വന്നിട്ടുണ്ട്, ഓൺലൈൻ ലേണിംഗിന്റെ വന്നിട്ടുണ്ട്. ഉം.
പിന്നെ ഇവിടെ നമുക്ക് വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷൻ തന്നെ ഉണ്ട്. ഈ വെബ്സൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിന്റെ അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇമേജ് ഇവിടെ സ്കാൻ ചെയ്താൽ വരും. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ഇമേജ് സ്കാൻ ചെയ്ത് കൊണ്ടുവരാൻ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ്, ട്വിറ്റർ ഇതിലൊക്കെ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് എന്ത് വേണമെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും നമ്മള് ഈ വെബ്സൈറ്റിനെ ഇത് കണക്ട് ചെയ്ത് കിടക്കണം കേട്ടോ, എന്നാലാണ് അതിന് ഇമേജ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഉം. അപ്പൊ ഇവിടെ കുറച്ച് ഇമേജസ് ഉണ്ട്. ഇനി അസെപ്റ്റ് സ്റ്റോക്ക് ഇമേജസ് കുറച്ച് ഇമേജ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ കുറച്ച് ഇമേജസ് ഞാൻ ഒരു 10ഓളം ഇമേജസ് സെലക്ട് ചെയ്തു. അപ്പൊ ആ സെലക്ട് ചെയ്ത ഇമേജസ് ഓട്ടോമാറ്റിക് വരും കേട്ടോ. അപ്പൊ അത് നമ്മൾ കൊടുത്ത സൈസ് അനുസരിച്ച് ഓട്ടോമാറ്റിക് വരിക. പിന്നെ അടുത്തത് ഉള്ളത് ലോഗോ. നമ്മുടെ ലോഗോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പൊ ലോഗോ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഇവിടെ ലോഗോ എടുക്കാം. വെബ്സൈറ്റിന്റെ ലോഗോ ഇവിടെ കാണും. 2 ലോഗോ ഉണ്ട് നമുക്ക്, അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഇവിടെ അപ്ലോഡ് കൊടുത്തുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യാനും പറ്റും കേട്ടോ. നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും അപ്ലോഡ് ചെയ്യാം ലോഗോ. ഇവിടെ നമുക്ക് കൊടുത്ത ലോഗോന്റെ സൈസ് കറക്റ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യട്ടോ സൈസ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ കട്ടായി പോകും. അടുത്തത് വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു 5 വീഡിയോസ് എങ്കിലും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ 20ഓളം ഇമേജസ് ആഡ് ചെയ്യുക, 5 ലോഗോ ആഡ് ചെയ്യുക, 5 വീഡിയോസ് ആഡ് ചെയ്യുക. അപ്പൊ ഈ ക്യാമ്പയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പയിന് യൂട്യൂബിൽ റൺ ചെയ്യും, അതുപോലെ തന്നെ ജിമെയിലിൽ റൺ ചെയ്യും, ഗൂഗിൾ സെർച്ചിൽ റൺ ചെയ്യും, ഗൂഗിൾ ഡിസ്പ്ലേയിൽ റൺ ചെയ്യും, ഡിസ്കവറിയിൽ റൺ ചെയ്യും. ഗൂഗിളിന്റെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരേപോലെ എന്ത് ചെയ്യും, ഈ ക്യാമ്പയിൻസ് റൺ ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ബെനിഫിറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മള് ഇമേജസ് വേണ്ടി വരും, ടെക്സ്റ്റ് കണ്ടന്റ് വേണ്ടി വരും, വീഡിയോ കണ്ടന്റ് വേണം. അതുകൊണ്ടാണ് ഇതെല്ലാം ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 5 വീഡിയോസ് വരെ ചെയ്യാം. ഇപ്പോൾ നിലവിൽ നമ്മൾ വെബ്സൈറ്റിൽ കണക്ട് ചെയ്ത് ഒന്നുള്ളൂ. അപ്പൊ ഞാൻ അതിനകത്ത് എടുത്തു. അതല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഏത് വീഡിയോസും. ദെൻ ഹെഡ്ലൈൻസ് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഹെഡ്ലൈൻസ് കൊടുക്കണം. നമ്മുടെ കുറെ സജഷൻസ് ഉണ്ടാവും. ഒന്നെങ്കിൽ അത് നോക്കിയിട്ട് ബെറ്റർ ആയ സജഷൻസ് നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ വ്യൂ ഐഡിയാസ് ഉണ്ടാവും. ഈ ഐഡിയാസിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹെഡ്ലൈൻസും കാര്യങ്ങളും കാണിക്കും. ഇതിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഓൺ സാധനം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 2 ഓപ്ഷനാണ് ഉള്ളത്. ഞാനിപ്പോൾ കുറച്ച് ഹെഡ്ലൈൻസും കാര്യങ്ങളും കൊടുത്തു. ഏകദേശം 15 ഹെഡ്ലൈൻസ് വരെ നമുക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. അടുത്തത് ലോങ് ഹെഡ്ലൈൻ ആണ്. ലോങ് ഹെഡ്ലൈൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ 15 ഹെഡ്ലൈൻസ് കൊടുക്കുകയാണെങ്കിലേ, ആ ഈ 15 ഹെഡ്ലൈൻസ് കൊടുക്കുമ്പോൾ ഓരോ ആഡ് കാണിക്കണം, വേറെ ഹെഡ്ലൈൻസ് ആയിട്ടാ വരിക. അതെ ഒക്കെ ഇതിൽ നിന്ന് ഒരു 3 ഒരേ സമയത്ത് എന്ത് ചെയ്യുള്ളൂ, സെർച്ചിൽ ആണെങ്കിൽ വർക്ക് ചെയ്യുള്ളൂ, ഡിസ്പ്ലേയിലാണെങ്കിൽ ഒറ്റ ഹെഡ്ലൈൻ കാണിക്കുള്ളൂ. അപ്പൊ ഓരോ പ്ലേസ്മെന്റിലും വ്യത്യസ്ത രീതിയിൽ. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വരും. ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇന്റൻസ് ഉള്ള ആളെയാണ് കാണിക്കുന്നതെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഹെഡ്ലൈൻ എന്ത് ചെയ്യും, ആൾ കാണിക്കും. ഈ ആളെ ഇൻട്രസ്റ്റും ബിഹേവിയറും ബേസ് ചെയ്തിട്ട്, ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ട് ഈ ഹെഡ്ലൈൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ആഡ് നമുക്ക് ഇവിടെ വലതു ഭാഗത്ത് കാണാം. വലതു ഭാഗത്ത് ഇപ്പൊ ഉണ്ടോ, ഇവിടെ എംപവറിങ് യുവർ ഫ്യൂച്ചർ എന്ന് വന്നത്. ഈ ഇമേജ് നോക്കണ്ട, ഇമേജ് നമ്മൾ ഒരു ജസ്റ്റ് സാമ്പിൾ കൊടുത്താണ്.
അതുപോലെ ആ നെക്സ്റ്റ് ഇത് കണ്ടോ, അത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ മഞ്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്നുള്ള ഒരു ഹെഡ്ലൈനാണ് വന്നത്. പിന്നെ അതേപോലെ നെക്സ്റ്റ് വന്ന് ഇതിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ള സാധനം വന്നു. ഇത് യൂട്യൂബിലാണ്. ഇതില് ലോങ് ഹെഡ്ലൈൻ കൊടുക്കാനാണ്. അപ്പൊ നമ്മൾ ഇവിടെ ലോങ് ഹെഡ്ലൈൻ, അതായത് 60 ക്യാരക്ടർ, മറ്റേത് 30 ക്യാരക്ടറിലാണ് ഷോർട്ട് ഹെഡ്ലൈൻ പറ്റുള്ളൂ. ഇവിടെ ഇത് ഇത്തിരി വർഷം രണ്ടും തന്നെ ലോങ് ഹെഡ്ലൈൻ പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 60 ക്യാരക്ടറിലുള്ള ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അത് നമുക്ക് ഇവിടെ അത് ഇതുപോലെ സജഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രീതിക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പൊ ഞാനിവിടെ ലോങ് ഹെഡ്ലൈൻ കൊടുത്തു. ഒരു 5 ലോങ് ഹെഡ്ലൈൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷന്, ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. അത് 60 ക്യാരക്ടറിലാണ് ഡിസ്ക്രിപ്ഷൻ ഉള്ളത്. ഞാനിവിടെ സാമ്പിൾസ് ഓൾറെഡി ഇവിടെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ വ്യൂ ഐഡിയാസ് കാണിക്കും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐഡിയാസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് വെച്ച് കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഗൂഗിളിന്റെ ഭാഗത്ത് നിന്ന് സജഷൻസ് ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അത് നമുക്ക് ബെനിഫിറ്റ് ആണെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം ചൂസ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, ലോങ് ഹെഡ്ലൈൻസ് കൊടുത്തു, 5 ലോങ് ഹെഡ്ലൈൻസ് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ഒരു 10ൽ കൂടുതൽ ഹെഡ്ലൈൻസ് കൊടുത്തു. അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ദെൻ അടുത്തത് ബിസിനസിന്റെ നെയിമാണ്. ഇവിടെ ബിസിനസ് നെയിം, ഇവിടെ ഓക്സ്ഫോ ടെക് സ്കൂൾ, നമ്മുടെ ബിസിനസിന്റെ നെയിം കൊടുത്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. പിന്നെ ഇനി വരുന്നതെന്ന് വെച്ചാൽ സൈറ്റ് ലിങ്ക് ആണ്. നമ്മൾ മുമ്പത്തേക്ക് കണ്ട പോലെ തന്നെ നമ്മുടെ അഡീഷണൽ കണ്ടന്റിന്റെ താഴെ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള അതുപോലെ തന്നെ മെയിൻ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് 2 ഇതിലേ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മള് ക്യാമ്പയിൻ ചെയ്യുമ്പോ പ്രൈസിന്റെ സംഗതി ചെയ്യാൻ എന്താ ചെയ്യാ? ഇവിടെ പ്രൈസിന്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ഇവിടെ ദിവസം നമ്മൾ ഈ ക്ലാസ് ഇതിലുണ്ടായിരുന്നില്ലേ, പ്രൈസ് ഉണ്ടാവും. ഇവിടെ കണ്ടോ, പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവിടെ കൊടുക്കാം. അത് നമ്മളെ എഫ് ബി ആറിൽ ഇല്ലല്ലോ, ഉണ്ടോ? എഫ് ബിയിലില്ല, ഇത് ഗൂഗിൾ ആഡ്സിലാണ്. എഫ് ബിയിലില്ല. ഇത് ഗൂഗിൾ ആഡ്സിന്റെ കേസിലാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉള്ളൂ. പിന്നെ കാൾ ടു ആക്ഷൻ, കാൾ ടു ആക്ഷൻ എന്ന ബട്ടൺ ആണ്. ആ ബട്ടൺ ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ഉണ്ട്. ഓട്ടോമേറ്റഡ് ആയ ഓരോ പ്ലേസ്മെന്റിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഏറ്റവും ബെറ്റർ ആയ ബട്ടൺ ഏതാണോ അപ്പൊ അത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കാണിക്കും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ആവുന്ന ഏതെങ്കിലും ബട്ടൺസ് കൊടുക്കാം. ഇവിടെ ഇതൊക്കെ സെയിം ആയിട്ട് മുമ്പത്തെ ക്യാമ്പയിൻ നമ്മൾ ചെയ്ത പോലെ തന്നെ പ്രൊമോഷൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓഫർ ഇട്ടുകൊണ്ട് ടാഗ് കാർഡ് വെച്ചുകൊണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ 10% ഓഫ് എന്നുള്ള രൂപത്തിൽ നമ്മൾ കൊടുത്തു. അതുപോലെ പ്രൈസ്, നമ്മളിത് പ്രൊഡക്റ്റോ ഈ സർവീസോ എന്താണെങ്കിൽ നമുക്ക് ബ്രാൻഡോ എന്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സർവീസ് കാറ്റഗറി അല്ലെങ്കിൽ സർവീസ് ടയർ ഇങ്ങനത്തെ സംഭവങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അത് ഇതുപോലെ പ്രൈസ് ഇട്ടുകൊണ്ട് കൊടുക്കാൻ പറ്റും. ഇവന്റ്, നൈബർഹുഡ്, പ്രോഡക്റ്റ് കാറ്റഗറി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ANR ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ പ്രോഡക്റ്റ് ആഡ് ചെയ്യട്ടെ. ഞാൻ ഇവിടെ നമ്മളത് കോഴ്സ് ആയതുകൊണ്ട് അങ്ങനെ കൊടുക്കുകയാണ്. ഇവിടെ
ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളും, ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള സെപ്പറേറ്റ് ലിങ്ക് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സെപ്പറേറ്റ് ലിങ്ക് എടുത്തു. ആ ലിങ്ക് എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. അപ്പൊ ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കോഴ്സും സെപ്പറേറ്റ് പാക്കേജ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പറ്റും. അതേ രൂപത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഏത് പ്രൊഡക്റ്റ് ആണോ ഇതുപോലെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ഒരു കാർഡ് രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഇത് നമുക്ക് എത്ര പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് പ്ലേസ്മെന്റിനനുസരിച്ച് മാറി മാറി വന്നോളും. ആളുകൾ സെർച്ച് ചെയ്യുന്ന വേർഡ്സിനനുസരിച്ച് ഇത് മാറ്റി ഏതാണോ അവർക്ക് വേണ്ടതെങ്കിൽ അത് ബേസ് ചെയ്തിട്ടായിരിക്കും കാണിക്കുക. ഓക്കെ, ഇത് നമ്മൾ മുമ്പ് കൊടുത്ത സെയിം ക്യാമ്പയിനിൽ ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ്. ഈ എക്സ്റ്റൻഷൻസും കാര്യങ്ങളും ഒക്കെ സെയിം ആട്ടോ. ഈ കാർക്ക് പ്രൈസ്, അതുപോലെ തന്നെ കോൾസ് കോൾസ് ഇതേപോലെ തന്നെ നമുക്ക് വേണ്ട മൊബൈൽ നമ്പർ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ താഴെ കാൾ ബട്ടൺ ആയിട്ട് കാണിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ നമ്പർ ഞാൻ കൊടുത്തു, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെ നമ്മളെ കാൾ ബട്ടൺ കാണും. ഉം. അതുപോലെ ആ കാൾ ഇവിടെ മൂന്ന് രീതിയുണ്ട്. ഒന്ന് സ്മാർട്ട് ക്യാമ്പയിനിൽ കാണിക്കുന്ന കാളായിട്ട് കാണിക്കും. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് ആ സ്മാർട്ട് ക്യാമ്പയിനിൽ പോയി കഴിഞ്ഞാൽ അതിന് കാളിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. കാൾസ് യൂസ് അക്കൗണ്ട് സെറ്റിംഗ്സും ഉണ്ട്, കാൾസ് ഫ്രം ആഡ്സും ഉണ്ട്. ഇത് ഒന്നിലെന്താ വെച്ചാല് നമ്മള് കാൾ ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിളിന്റെ നമ്പർ ആയിരിക്കും കാണിക്കുക. അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ നമ്പറിൽ കണക്ട് ആയതിനു ശേഷമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. അതെന്തിനാ വെച്ചാൽ നമുക്ക് ആ കാൾ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കാൾ കൊടുക്കാം. ഇങ്ങനെ മൂന്ന് ടൈപ്പാണ് കാൾസ് വരുന്നത്. ഓക്കെ, ഈ കാൾ ഫ്രം ആഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ആഡ് കാളായിട്ട് മാറും. അപ്പൊ നമ്മുടെ നമ്പറിന്റെ പകരം എന്ത് ചെയ്യും, ഗൂഗിളിന്റെ നമ്പർ കാണിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്കിവിടെ കാണിക്കും. ഇത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഡിന്റെ താഴെ നമ്പർ കാണിക്കും. പിന്നെ അടുത്ത് സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ് ആകുമ്പോൾ നമ്മൾ നിലവിൽ കൊടുത്ത ഡിസ്ക്രിപ്ഷനോട് കൂടെ അഡീഷണൽ എന്ത് ചെയ്യുക, വാല്യൂസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ താഴെ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3, കാരണം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോഴ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാറ്റഗറിയോ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ്, അതുപോലെ തന്നെ അമിനിറ്റീസ്, അതുപോലെ കോഴ്സ്, അതുപോലെ പ്രോഗ്രാംസ്, ഡിഗ്രി പ്രോഗ്രാം, ഡെസ്റ്റിനേഷൻ, സബ്ജക്ട്, ഹോട്ടൽസ്, ഇങ്ങനത്തെ മോഡൽസ്, ഇങ്ങനത്തെ കേസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻസ് ആണ് വാല്യൂസ് എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനോട് കൂടെ തന്നെ അഡീഷണൽ പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണമെങ്കിൽ അവിടെ സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് ലീഡ് ഫോം ആണ്. നമ്മൾ എന്തെങ്കിലും ആളുകളെ ഡാറ്റ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗൂഗിൾ ഫോം പോലെ തന്നെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം, ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യാം. അതിന് ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷൻ, ഇമേജ്, അതിൽ നമുക്ക് ആളുകളുടെ നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, സിറ്റി, പോസ്റ്റ് കോഡ്, സ്റ്റേറ്റ്, കൺട്രി, അവരെ കമ്പനി നെയിം, വർക്ക് ഇമെയിൽ, വർക്ക് ഫോൺ നമ്പർ, ജോബ് ടൈറ്റിൽ തുടങ്ങിയ അവരുടെ ഏജ്, നമുക്ക് എന്താണോ വേണ്ടത് ഡാറ്റ, അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഡാറ്റാസ് എന്ത് ചെയ്യും, ഈ ഓട്ടോമാറ്റിക്കലി ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി വരും. അത് അവർ ഫില്ല് ചെയ്ത് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ ലീഡായിട്ട് കിട്ടും. ഓക്കെ, അത് ഏതൊക്കെ ലാംഗ്വേജിലാണ്, അതിൽ നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അതിന്റെ പ്രൈവസി പോളിസി ലിങ്ക്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇട്ട് കൊടുക്കുക. ദെൻ താങ്ക് യു നോട്ട് കൊടുക്കുക. താങ്ക് യു രജിസ്റ്റർ ചെയ്തതിന് താങ്ക്സ് പറയാം. അതുപോലെ കോണ്ടാക്ട് സൂൺ എന്നുള്ള രൂപത്തിലുള്ള കണ്ടന്റ്, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് URL, പിന്നെ അവിടെ കൊടുക്കാനുള്ള ഒരു ബട്ടൺ, നമ്മുടെ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യോ അല്ലെങ്കിൽ ഓഫറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബട്ടണും അതിന്റെ ലിങ്കും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ലീഡ് ഫോമിൽ കൊടുക്കേണ്ടത്. ലീഡ് ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ എന്ത് ചെയ്യും, താങ്ക് യു എന്ന് പറഞ്ഞുള്ള ആഡ് നോട്ട് വരും. ആഡിൽ ഇത് ഇങ്ങനെ കാണിക്കുക, നമ്മൾ ഗൂഗിൾ സെർച്ച് ആഡിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും. ബട്ടൺ ഇപ്പോൾ ലേൺ മോർ ആണ്, ഡൗൺലോഡോ സൈനപ്പോ രജിസ്ട്രേഷനോ അപ്ലൈ ആവുന്ന ഏത് ബട്ടണും കൊടുക്കുക. നമ്മൾ ആഡിനോട് താഴെ ഇങ്ങനെ കാണിക്കും. നേരത്തെ നമ്മൾ കാള് കൊടുത്തു, അവിടെ
കാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആക്കാരം ഇവിടെ ലീഡ് ഫോം ആവും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ട സംഭവം. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. എക്സ്റ്റൻഷൻ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. ഒന്നുകിൽ പ്രൊഡക്റ്റ് കാറ്റഗറി എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ കാൾ ബട്ടൺ കൊടുക്കുക, അതല്ലെങ്കിൽ ലീഡ് ഫോം കൊടുക്കുക. ഇതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോ സമയത്ത് മാറി മാറിയിട്ടായിരിക്കും വർക്ക് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഏതെങ്കിലും ഒന്ന് നമുക്ക് ബെറ്റർ ആയ എക്സ്റ്റൻഷൻ ഏതാണ് നമ്മുടെ ബിസിനസ്സിന് നോക്കിയിട്ട് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. പിന്നെ കാൾ ഔട്ട് എക്സ്റ്റൻഷൻ, അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷന് താഴെ നമുക്ക് ഹെഡ്ലൈൻ ആയിട്ട് 2, 3, 4 ഒക്കെ ആയിട്ട് നമുക്ക് പോയിന്റ്സ് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ എന്ത് ചെയ്യും, നേരത്തെ വാല്യൂസ് കൊടുത്തു അതേപോലെ തന്നെ കണ്ടന്റിൽ അഡീഷണൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാന്നുള്ള ഓപ്ഷനാണ് ഇപ്പൊ അത്. ഇപ്പൊ ഇവിടെ വരെയാണ് നമ്മുടെ കണ്ടന്റ് ഉള്ളത്. ഇപ്പൊ ഇവിടുന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ്, വെബ് ഡെവലപ്മെന്റ് കോഴ്സ്, ഇത്രയും കാര്യം ഇപ്പൊ നമ്മൾ അഡീഷണൽ എന്തെങ്കിലും കാൾ ഔട്ട് എക്സ്റ്റൻഷൻ കൊടുത്തതാണ്. ഓക്കെ. പിന്നെ അടുത്തത് ഡിസ്പ്ലേ പാത്ത്. ഡിസ്പ്ലേ പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് റൺ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഡ് റൺ ചെയ്യുമ്പോൾ ഇവിടെ ആഡിന്റെ ലിങ്ക് കാണിക്കും. ഇവിടെ oxford.in കണ്ടോ, ഇതിനോട് ശേഷം ഇവിടെ എന്തെങ്കിലും നമുക്ക് അഡീഷണൽ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അത് കൊടുക്കാന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും നമ്മളത് ടെക് സ്കൂളാണ്, അപ്പോൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, ടെക് സ്കൂൾ എന്ന് കൊടുക്കാം. അപ്പൊ അതെന്ത് ചെയ്യും, ഇവിടെ കാണിക്കും. ആണോ, ഓക്സ്ഫോർഡ് ടെക് സ്കൂൾ. അതുപോലെ നമ്മൾ എക്സ്റ്റൻഷൻ ഡിസ്പ്ലേ പാത്ത് എന്താണ്? ഡിസ്പ്ലേ പാത്തിനെ ഞാനിപ്പോ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ കണ്ടോ ഓക്സ്ഫോർഡ്/ ഇവിടെ നമ്മൾ എന്ത് കണ്ടന്റ് കൊടുത്തോ ആ കണ്ടന്റ് വരും. അതായത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ കാണിക്കും നമ്മുടെ വെബ്സൈറ്റിന്റെ. അതിനോട് കൂടെ നമുക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് കണ്ടന്റ് കൊടുക്കണമെങ്കിൽ ആ ഒരു പാത്ത്, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കാം, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആഡ് ആണെങ്കിൽ. അങ്ങനെ അഡീഷണൽ നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. അതായത് നമ്മൾ വെബ്സൈറ്റിന്റെ ഏത് പേജാണ് കൊടുത്താൽ അതിന്റെ പാത്ത് ഇവിടെ കാണിക്കണമെങ്കിൽ കൊടുക്കാനുള്ള ഓപ്ഷനാണിത്. മനസ്സിലായോ? ഇവിടെ കണ്ടോ, അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുത്തോ, അപ്പൊ ഇവിടെ oxford.in/ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നു. ഇതാണ് പാത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതിനാണ് പാത്ത് എന്ന് പറയുന്നത്. നേരെ കാണിക്കണല്ലേ? അതെ അതെ, നമ്മുടെ വെബ്സൈറ്റിന്റെ നെയിം ഇവിടെ കാണിക്കും. അതിനോട് കൂടെ നമ്മൾ ഏതാണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ കാറ്റഗറിന്റെ നെയിം മെൻഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിന്റെ പേര് മെൻഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുത്തു. വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അത് കൊടുക്കാം. ഇപ്പൊ ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മറ്റൊന്ന് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങിന് ചെയ്യാനാണ്. അവിടെ oxford.in/ ഗ്രാഫിക് ഡിസൈനിങ് കൊടുക്കാം. മറ്റൊന്ന് വെബ് ഡെവലപ്മെന്റ് ആണെങ്കിൽ വെബ് ഡെവലപ്മെന്റ് കൊടുക്കാം. ഓക്കെ. ഫ്രം ഫൈനൽ URL ഫോർ മൊബൈൽ. അതായത് ചില വെബ്സൈറ്റിന് അല്ലെങ്കിൽ ചില കാറ്റഗറിക്ക് മൊബൈലിന് സെപ്പറേറ്റ് ലിങ്ക് ഉണ്ടാവും. മൊബൈലിന്റെ സൈസ് അനുസരിച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന വെബ്സൈറ്റിന്റെ ലിങ്ക് ഉണ്ടാവും. അങ്ങനെ ലിങ്ക് നമുക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ കൊടുക്കാം. അപ്പൊ ഇതെന്താ വെച്ചാൽ മൊബൈലിൽ ഈ ആഡ് റൺ ചെയ്യുമ്പോൾ ആ ലിങ്ക് കാണിക്കും, ഡെസ്ക്ടോപ്പിൽ കാണുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ലിങ്ക് ഉണ്ടല്ലോ ആ ലിങ്ക് കാണിക്കും. അതിന് ഡിഫറൻസ് മനസ്സിലായോ? ഹലോ ആ, പറഞ്ഞു മനസ്സിലായോ? മൊബൈലില് ആഡ് കാണിക്കുമ്പോൾ മൊബൈലിന്റെ ലിങ്ക് ആണ് വർക്ക് ചെയ്യുക. ഡെസ്ക്ടോപ്പിലാണെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത മെയിൻ ലിങ്ക് ആണ് വർക്ക് ചെയ്യുക. അപ്പൊ മൊബൈലിന് സെപ്പറേറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാ, കൊടുക്കാൻ പറ്റും. ഓക്കെ. അടുത്തത് URL. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് URL റൂൾസ് കൊടുക്കാം. അതായത് മൊബൈലിന് നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റേ ടേബിൾ ഇവിടെ നമുക്ക്, ഹലോ, ഇവിടെ നമുക്ക് സെപ്പറേറ്റ് എന്ത് ചെയ്യാം, ഹലോ, പൈസ പോയിനാലോ? ഹലോ, ഹലോ ഓഡിയബിൾ അല്ലേ, കേൾക്കുന്നില്ലേ? ആ ഓക്കെ. ഇവിടെ നമുക്ക് മൊബൈലിന്റെ URL ഉപയോഗപ്പെടുത്തുക.
അതല്ലാത്ത വെബ്സൈറ്റിന്റെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ മൊബൈലിലാവുമ്പോൾ മൊബൈലിന്റെ URL കാണിക്കും, ഡെസ്ക്ടോപ്പിലാവുമ്പോൾ ഡെസ്ക്ടോപ്പിന്റെ URL കാണിക്കും. ഓക്കെ. പിന്നെ വരുന്നത് സിഗ്നൽസ് ആണ്. ഇത് പുതിയ വന്നൊരു ഓപ്ഷൻ, ബീറ്റ ഓപ്ഷൻ ആണ്. ഇതിലിപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ കാണിച്ചോളണം എന്നില്ല. ഒരു പരീക്ഷണാർത്ഥം ഒരു കാണിക്കുന്നതാണ് ബീറ്റ ഓപ്ഷൻ. ഇത് ഉപയോഗിച്ച് ബെറ്റർ ആണെങ്കിൽ ഒരു എന്ത് ചെയ്യുള്ളൂ, എല്ലാ ആഡ്സും ഇത് കാണിക്കുള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ കീവേഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ കീവേഡ്സ്. ആ കീവേഡ്സ് അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണോ അതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് കണ്ടന്റ്, 25ഓളം കണ്ടന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ കീവേഡ്സ് തന്നെയാണ്. വാട്ട് ആർ സം വേർഡ്സ് ഓർ phrases പീപ്പിൾ യൂസ് വെൻ സെർച്ചിങ് ഫോർ യുവർ പ്രോഡക്റ്റ് സർവീസ്. നമ്മുടെ പ്രൊഡക്റ്റിനെ സർവീസിനെ കസ്റ്റമർ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന 25ഓളം വേർഡ്സ് നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ വേർഡ്സ് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർക്ക് ആഡ് കാണിക്കുക എന്നുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കീവേഡ്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ശരിക്കും. അപ്പൊ നമ്മളത് ഇപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യാ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വോയിസ് എന്ന് കൊടുത്തു. പിന്നെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വോയിസ്. അപ്പൊ ഞാൻ 2 കീവേഡ് കൊടുത്തു. ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, 25ഓളം കീവേഡ്സ് വരെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസസ് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ പ്രൊഡക്റ്റിനെ സർവീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആളുകൾ സെർച്ച് ചെയ്യുന്ന ടേംസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. അടുത്തത് ഓഡിയൻസ് സിഗ്നൽ. ഓഡിയൻസ് നമുക്ക് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പുതിയ ഓഡിയൻസ് ആഡ് ചെയ്യാം. ഓഡിയൻസ് ഒന്നുകിൽ നമുക്ക് യൂട്യൂബ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കണ്ട ഓഡിയൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇപ്പൊ നമുക്കൊരു ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനലിൽ എന്താ വീഡിയോസ് കണ്ട ആളുകളെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ആണ്. അത് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ എത്ര ആള് ഓരോ സമയത്തും വരുന്നു, അവർ എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നു, അവർ ഏത് സിറ്റിയിൽ നിന്നാണ് എന്നൊക്കെ തുടങ്ങി നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ട്രാഫിക്കിനെ അനലൈസ് ചെയ്യാനും ചെയ്യാനുള്ള ഒരു ടൂളാണ് ശരിക്കും ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിനായിട്ട് കണക്ട് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആരൊക്കെ വന്നു അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഒരു 10,000 ആൾക്കാർ കയറി ചെക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരൊക്കെ ആവശ്യക്കാരാണ്. അവരെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ വന്ന ആളുകളെ മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ക്യാമ്പയിൻ റൺ ചെയ്യാം. അതല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മളെ വീഡിയോസ് കണ്ട ആളുകൾ, അതും അല്ലെങ്കിൽ നമുക്ക് എക്സൽ ഷീറ്റിൽ ഡാറ്റ ആഡ് ചെയ്യാൻ പറ്റും. നമ്മളത് ആളുകളുടെ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതുപോലെ ലീഡ് ഫോം ഫില്ല് ചെയ്ത ആളുകൾ ഒരുപാടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ അവരെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ മാത്രം ആഡ് കൊടുക്കാം. അതുപോലെ വെബ്സൈറ്റിൽ നിന്ന് വന്ന ആളുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഗൂഗിൾ അനലിറ്റിക്സിൽ കണക്ട് ആയ ആൾക്കാരെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യുക, കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മെറ്റാ ആഡ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റം ഓഡിയൻസ്, ഒരുപാട് ഇതേ സംഭവം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോ ഒരു ക്യാമ്പയിൻ ഓൾറെഡി റൺ ചെയ്തു, ആ എന്നിട്ട് അതിൽ നമുക്ക് കുറച്ച് ഓഡിയൻസ് വന്നു, പക്ഷെ കൺവേർഷൻ ആയത് സെയിലൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഓഡിയൻസ് വന്നു. ആ ആ ഓഡിയൻസിനെ പിന്നീട് നമുക്ക് വേറൊരു ക്യാമ്പയിൻക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അതാണ് ഇവിടെ പറയണേ. അതെ അതെ. ഇപ്പൊ നമ്മൾ അങ്ങനെ ക്യാമ്പയിൻ ചെയ്തു, സ്വാഭാവികമായിട്ട് ആ ഓഡിയൻസ് ഒക്കെ ഗൂഗിൾ അനലിറ്റിക്സ് കണക്ട് ആവും, അതല്ലെങ്കിൽ വെബ്സൈറ്റ് കണക്ട് ആവും. അപ്പൊ വെബ്സൈറ്റ് നമ്മൾ ഈ ഗൂഗിൾ ആഡ്സിനായിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ വന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ടാർഗറ്റ് ചെയ്തിട്ട് വീണ്ടും ആഡ് കാണിക്കും. അവര് വെബ്സൈറ്റ് കയറിക്കണമെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അവർ ഏതെങ്കിലും രീതിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അവരെ റിപ്പീറ്റ് ചെയ്ത് പിന്നെ ആഡ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതാണ് ഒട്ടുമിക്ക കമ്പനീസും ഫോക്കസ് ചെയ്യുന്നത്. റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. നമ്മളൊക്കെ നമ്മൾ ഏതെങ്കിലും ഇപ്പൊ ഒരു സാധനം ജസ്റ്റ് കാണാനുള്ള ഒരു താല്പര്യം കൊണ്ട് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ ആഡ് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മൾ വാങ്ങാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് ഇഷ്ടമുണ്ടായതുകൊണ്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത്, നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യാനുള്ള നമ്മളെ ഒരു
ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇത് കൂടി വരും എന്നുള്ളതാണ്. ഉം. അപ്പൊ അങ്ങനെ ഓഡിയൻസ് നമ്മൾ കൂടെ സെറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ സിഗ്നൽസ് ഉണ്ട്. നമ്മളെ നോർമൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഡെമോഗ്രാഫിക്ക് കാര്യങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്കിവിടെ സെർച്ച് ചെയ്തിട്ട് ഓഡിയൻസിനെ കൊടുക്കാം. നമ്മൾ സാധാരണ കൊടുക്കുന്ന അതേ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാം, ഇവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഓഡിയൻസിനെ സെലക്ട് ചെയ്ത് നോക്കാം. ഷാവുൽക്ക് വന്നില്ല ദുബായിന്ന്. ദുബായിൽ നിന്ന് എത്തില്ല, 1-ാം തീയതിക്ക് ശേഷമൊക്കെ എത്തുള്ളൂ എന്നാ പറഞ്ഞത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് ഓൺലൈൻ കോഴ്സ് നമുക്ക് ഇൻട്രസ്റ്റും ബിഹേവിയറും വെച്ചിട്ട് എന്ത് ചെയ്യാം, ഓഡിയൻസിനെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ വരുന്നത് അഡീഷണൽ സിഗ്നൽസ് ഡെമോഗ്രാഫിക്സ്, അവരെ മെയില് ഫീമെയില് ഏജ്, അതുപോലെ പാരന്റൽ സ്റ്റാറ്റസ് മാരീഡ് ആണോ, അതുപോലെ പേരൻസ്, ഹൗസ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഇപ്പൊ UK-ലും കാനഡയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് എന്താ അറിയാം, ഒരു ഇത്ര ഡോളർ അല്ലെങ്കിൽ ഇത്ര സാമ്പത്തിക ശേഷിയുള്ളവരെ മാത്രം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. ലോവർ 15, അൻപതിന് താഴെയുള്ള ആൾക്കാർ 41, 31, 21, 11, ടോപ്പ് 10%. അത് സാമ്പത്തിക ശേഷിയാണ്. അതായത് 10 മുതൽ 20 വരെയുള്ള അല്ലെങ്കിൽ 50% മുതൽ 60% വരെയുള്ള ആളുകളെ സെലക്ട് ചെയ്യാം. അതായത് ഓല നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോ ഇതില് ക്യാമ്പയിൻ ചെയ്യുമ്പോഴേ ആ നമ്മളിപ്പോ എന്താണ് ഇപ്പൊ ഗൂഗിളിലാണെങ്കിലും FB-യിലാണെങ്കിലും ഒക്കെ നമ്മൾ ഓൾ വേൾഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഉം. നമുക്ക് നമ്മളിപ്പോ വെബ്സൈറ്റ് .in ആണെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ലേ ഉള്ളൂ അവൈലബിൾ. അല്ല 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 അല്ല, അത് എവിടെയും എന്താ വെബ്സൈറ്റിൽ കയറാലോ. നമ്മളിത് ഇന്നാണെങ്കിൽ ലോകത്ത് എവിടുന്നും കയറാം. അതിനാകെയുള്ള മാറ്റം എന്താ വെച്ചാൽ ആ ഡൊമൈൻ ഇന്ത്യന്റെ അണ്ടറിലാണെന്നുള്ളൂ. അങ്ങനെയാണല്ലേ. അത് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്ന IN എന്നുള്ള .in ആണെന്നുള്ളൂ. അല്ലാതെ വേൾഡിൽ എവിടെ നിന്നിട്ട് ഏത് സൈറ്റിലും ആർക്കും കയറാം. ആക്സസ് ചെയ്യാലേ. അതില് പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഓക്കെ. ഉം. അല്ല നമ്മളതിൽ ഒരു ഐറ്റം വരലുണ്ട്. അത് അത്യാവശ്യം നമ്മളെ ഈ യൂറോപ്പ് ഇതിലൊക്കെ വരുന്ന അഡാപ്റ്റർ പറഞ്ഞ ഒരു സാധനം നമ്മൾ ചെയ്യണേ. അത്യാവശ്യം UK പിന്നെ മറ്റേ ഈ ഫോറിൻ പിന്നെ ടൈപ്പ് അത്യാവശ്യം മൂവിങ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അത് നിങ്ങൾക്ക് വേറെ ഏത് കൺട്രീസിലും എവിടെ സെർച്ച് കൊടുക്കാം. പക്ഷെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈറ്റ് .in ആകുമ്പോൾ അവിടെ ഉള്ളവർക്ക് മനസ്സിലാവും ഇന്ത്യൻ കമ്പനി ആണെന്ന് മനസ്സിലാവും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ വേറെ വിഷയമൊന്നുമില്ല. അതുപോലെ തന്നെ അപ്പൊ ഈ ഹൗസ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാല് നമ്മളെ സാമ്പത്തിക ശേഷി ശരിക്കും കറക്റ്റ് അല്ല. നമ്മളവിടെ ഇന്ത്യയിൽ ഇത് വർക്കബിൾ അല്ല. പക്ഷെ UK, കാനഡ പോലത്തെ സ്ഥലത്ത് നമുക്ക് സാമ്പത്തിക ശേഷി ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും സമ്പന്നരായ ആൾക്കാർ, അതിന്റെ താഴെയുള്ളവർ, അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് ഓഡിയൻസ്. നമുക്ക് ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത ഓഡിയൻസിന്റെ നെയിമും ആണെങ്കിൽ എന്ത് ചെയ്യാം, കൊടുത്തിടാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ദെൻ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബഡ്ജറ്റിന്റെ ഓപ്ഷനാണ്. നമ്മൾ എത്ര ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യാന്നുള്ള. അപ്പൊ ഇവരെ ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ സജസ്റ്റ് ചെയ്ത് തരും. ആവറേജ് ഡെയിലി 2050 രൂപയും 80 പൈസയും ചെലവാക്കണം. ഇതിപ്പോ അവര് പറയുന്ന ഒരു കണക്കാട്ടോ. അങ്ങനെ ചെലവാക്കി കഴിഞ്ഞാൽ വീക്കിലി 71 കൺവേർഷൻസ് വരും. കോസ്റ്റ് ഫോർ കൺവേർഷൻ, ഒരു കൺവേർഷൻ 200 രൂപ വരും. വീക്കിലി കോസ്റ്റ് 14,355 രൂപ വരും എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ ക്യാമ്പയിന് കൊടുത്തിട്ടുണ്ട് കൺവേർഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൺവേർഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് കാണിക്കുക. ഓക്കെ. കൺവേർഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറൽ മാത്രം ആയിക്കോണമെന്നില്ല. നമുക്ക് നമ്മുടെ വെബ്സൈറ്റില് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നത് കൺവേർഷൻ ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ആളുകൾ വെബ്സൈറ്റിൽ വരും. ഓക്കെ. പിന്നെ നമുക്ക് അതേമാതിരി നിങ്ങളൊരു സാധനം കൂടി ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ചെയ്തു ഒരു എക്സൽ ഷീറ്റ്. എന്താ അറിയോ, നമ്മളിപ്പോ ഒരു ക്യാമ്പയിൻ ചെയ്യണതിന് മുന്നേ എത്ര ബഡ്ജറ്റ്, അപ്പോ ഒരു ഡേ എത്ര ബഡ്ജറ്റ്, അപ്പോ ഒരു 7 days ആണെങ്കിൽ 100 രൂപയാണ് ഡേ ആണെങ്കിൽ 700 രൂപ. അപ്പൊ അങ്ങനെ 700 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിന്റെ വാല്യൂ അത് ഇത്ര ക്വാണ്ടിറ്റി വിറ്റാൽ നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ മൊത്തത്തിൽ കിട്ടുമല്ലോ. അതിൽ ചിലപ്പോ ആ ഒരു പ്രൊഡക്റ്റിന് 300 രൂപയാണെങ്കിൽ 300 പ്ലസ് അതിന്റെ ഫ്രൈറ്റ് ചാർജ്, ഇങ്ങനത്തെ ഒരു ഷീറ്റ് ഉണ്ട്.
അത് പ്രശ്നം എന്താ അറിയോ, അത് ഓരോ ക്യാമ്പയിനും ആ വ്യത്യാസമാണ്. അത് ഇപ്പൊ നിങ്ങളൊരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഞാനൊരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഇവിടെ നമുക്ക് വരുന്ന കോസ്റ്റിന് ഡിഫറൻസ് വരും. അപ്പൊ അത് ഉം. ഫിക്സ്ഡ് അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു ആവറേജ് കിട്ടൂല ഉള്ളൂല്ലേ? അതായത് ഇപ്പൊ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത ഓഡിയൻസും ലൊക്കേഷൻ അനുസരിച്ച് മാറും. എന്തായാലും ഒരേ ഓഡിയൻസ് എല്ലാവരും കറക്റ്റ് കൊടുത്തോളന്നില്ല. നിങ്ങൾ ഉം. കൊടുക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, അതിന് പ്രൈസിന് മാറ്റം വരും, കൺവേർഷൻ വാല്യൂവിന് മാറ്റം വരും, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇത്ര രൂപക്ക് ഇത്ര ഓഡിയൻസ് എന്ന് കറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. അത് ഇവിടെ ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ കാണിക്കും ആ അപ്രോക്സിമേറ്റ്ലി എത്ര കൺവേർഷൻ വരും, എത്ര ട്രാഫിക് വരും എന്നുള്ളത്. ഈ ഒരു ആ കണക്കാണ് ആ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ഉം. മറ്റേത് നമുക്ക് ഫിക്സ് ചെയ്ത് കണ്ട് പറയാൻ നമുക്ക് പറ്റൂല. ആ ആ ആ കാരണം ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായതുകൊണ്ട് തന്നെ. നീ പിന്നെ ഒരു ബിസിനസ് നിങ്ങൾ തരണമെങ്കിൽ ആ ബിസിനസിനെ കുറിച്ച് പഠിച്ച് സ്റ്റഡി നടത്തി അവരെ ഓഡിയൻസിനെ സെറ്റ് ചെയ്ത് റെഡി ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ബിസിനസിന്റെ ഇത്ര രൂപ എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഓഡിയൻസ് ഇത്ര ആൾക്കാരെ കാണിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ കിട്ടും. അത് നമ്മൾ ഓരോന്നും എന്ത് ചെയ്യണം, ഓരോ കാറ്റഗറി ബിസിനസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഉം. മനസ്സിലായോ? അപ്പൊ ഇതാണ് ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പയിൻ റിവ്യൂ സെഷൻ ആണ്. ഇവിടെ നമുക്ക് എന്താ ചെയ്യുക, ഇപ്പൊ നമ്മൾ കൊടുത്ത ക്യാമ്പയിൻ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക, നമ്മൾ കൊടുത്ത കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ അസറ്റ് ഒരു ലോഗോ റിക്വയർഡ് ആയിട്ട് പറയുന്നുണ്ട്, ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കും, അപ്പൊ ലോഗോ ഒന്നും കൂടെ കുറവുണ്ട്, അവർ അഡീഷണൽ ലോഗോ വേണമെന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വൺ ലോഗോ റിക്വയർഡ്, ഒരു ലോഗോ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ, ഇതിപ്പോ ഗൂഗിൾ സെർച്ചിൽ കാണുന്ന ആഡാണ്. യൂട്യൂബിലാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിൽ ഈ രൂപത്തിലെ കാര്യം എന്ത് ചെയ്യുക, നമ്മുടെ ആഡ് കാണിക്കുക. ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുള്ളത്. ഓരോ പ്ലാറ്റ്ഫോമിലും ആ രീതിയിൽ കൂടെ കാണാം. ജിമെയിൽ ആണെങ്കിൽ ജിമെയിൽ നമ്മുടെ ആഡ് ഇങ്ങനെ കാണിക്കും, ഈ രൂപത്തിലെ കാര്യം ഒരു ഇമെയിൽ വന്ന രൂപത്തിൽ ഉണ്ടാവും. ഇമെയിൽ ഓപ്പൺ ചെയ്താൽ ഈ രൂപത്തിൽ കാണാൻ പറ്റും. ഗൂഗിൾ സെർച്ചിൽ ഇങ്ങനെ കാണും. ഡിസ്പ്ലേ നെറ്റ്വർക്കിൽ ഈ രൂപത്തിലെ കാണാം. ആ മൊബൈലിലൊക്കെ ആഡ് വരുമല്ലോ ഒരു ആപ്ലിക്കേഷനൊക്കെ, അത് ഈ രൂപത്തിൽ ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഡിസ്കവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡിസ്കവറി എന്നാൽ ഗൂഗിളിന്റെ ഗൂഗിൾ ഡിസ്കവറി ഉണ്ട്. അതിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും, ഓരോ ബ്ലോഗ് പോസ്റ്റ് ഒക്കെ. അതിലിങ്ങനെയൊക്കെ നമ്മൾ ആഡ് വരും. അപ്പൊ ഈ പറഞ്ഞ 5 കാറ്റഗറിയിൽ ഓരോ ഡിഫറെന്റ് ടൈപ്പിൽ ആഡ് കാണിക്കും. ഇവിടെ ആഡ് സ്ട്രെങ്ത് ഉണ്ട്. ഇതെന്തെങ്കിലും ഗുഡോ അല്ലെങ്കിൽ വെരി ഗുഡ് ഒക്കെ ആക്കാൻ നോക്കണം, എന്നാലാണ് നല്ല രീതിയിൽ റൺ ചെയ്യുള്ളൂ. ഇനി കുറച്ച് വീഡിയോസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വെരി ഗുഡ് ആവും. ബാക്കിയുള്ളൊക്കെ ടിക്കായി. ഹെഡ്ലൈന്, ഡിസ്ക്രിപ്ഷൻ, ഇമേജ് ഇതൊക്കെ സെറ്റ് ആണ്. ഓക്കെ. അപ്പൊ റിവ്യൂവിന്റെ സെഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഗൂഗിൾ എന്ത് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പൊ പറയുന്ന ഡ്രോ മോർ അറ്റൻഷൻ യുവർ ആഡ്സ് ബൈ ആഡിങ് അറ്റ്ലീസ്റ്റ് 4 സൈറ്റ് ലിങ്ക്. അപ്പൊ നമ്മൾ 2 സൈറ്റ് ലിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മേൺസ്റ്റാക്ക്, വെബ് ഡെവലപ്മെന്റ് എന്നിട്ട്. ഒരു 4 സൈറ്റ് ലിങ്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആവും എന്നുള്ളതാണ് ഗൂഗിളിന്റെ റെക്കമെൻഡേഷൻ. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ബെറ്റർ ആവും. പിന്നെ നമ്മൾ ക്യാമ്പയിൻ ടൈപ്പ് പെർഫോമൻസ് മാക്സ് ആണ് ഗൂഗിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാൾ ഫ്രം ആഡ്സ് വെബ്സൈറ്റ്, അതാണ് ബിഡിങ്. മാക്സിമം കൺവേർഷൻ ആണ് ബിഡ് ഈക്വൽ ടു ന്യൂ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. ലൊക്കേഷൻ, ലാംഗ്വേജ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും കൂടെ ഉണ്ടാവും. ഇത് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ദെൻ പബ്ലിഷ് ക്യാമ്പയിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്യാമ്പയിൻ പബ്ലിഷ് ആവും. ഇവിടെ ഒപ്റ്റിമൈസേഷൻ സ്കോർ 98 92.8. അപ്പൊ നമ്മൾ ക്യാമ്പയിൻ ഈ രൂപത്തിൽ ഓവർവ്യൂവിന് സെഷൻ വരും, ഇവിടെ റിവ്യൂല് വരും. ഈ റിവ്യൂ ഇവിടെ കഴിഞ്ഞാൽ ക്യാമ്പയിൻ റൺ ചെയ്ത് തുടങ്ങും. ഇതായിരിക്കും ക്യാമ്പയിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൊടുത്ത ക്യാമ്പയിൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാനൊക്കെ പറ്റുള്ളൂ. ഇവിടെ ക്യാമ്പയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൊടുത്ത ക്യാമ്പയിൻസ് ഒക്കെ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിടാം. ഓൾ ക്യാമ്പയിൻസ് എന്നുണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാമ്പയിൻസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം. അപ്പൊ നമ്മൾ ട്രെയിൻ എന്ന് പറഞ്ഞ ട്രെയിൻ അറ്റ് അവർ ടെക്നിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞ
ഒരു ക്യാമ്പയിന് സെർച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, സെർച്ച് ആഡ് വേറെ ഒന്നും ചെയ്തിട്ടുണ്ട്, പെർഫോമൻസ് മാക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 ക്യാമ്പയിൻസ് കാണാൻ പറ്റും. ഈ 4 ക്യാമ്പയിൻസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പൗസ് അടിക്കുക, റിമൂവ് അടിക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഏത് ക്യാമ്പയിൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പൗസോ റിമൂവോ ഒക്കെ അടിക്കാൻ പറ്റും, അതുപോലെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഇവിടെ ഉണ്ടാവും. അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് ക്യാമ്പയിൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ പെർഫോമൻസ് മാക്സ് ചെയ്ത് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇനി അത് നമുക്ക് എന്തെങ്കിലും ടാർഗറ്റ് ലൊക്കേഷൻസ്, ലൊക്കേഷൻ ഏതെങ്കിലും ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവിടെ പോവാം. അസറ്റ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യാം, അതുപോലെ പെർഫോമൻസ് അസറ്റ് റിപ്പോർട്ട് എടുക്കാം. റെക്കമെൻഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എഡിറ്റ് ക്യാമ്പയിൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ക്യാമ്പയിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങൾ വരുത്തണമെങ്കിൽ ഏത് കാറ്റഗറിയിലാണ്, സെഷനിലാണെങ്കിൽ അവിടെ പോവാ, ക്ലിക്ക് ചെയ്യുക, മാറ്റങ്ങൾ വരുത്താം. അതുപോലെ ബഡ്ജറ്റ് മാറ്റം വരുത്താം. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക, ക്യാമ്പയിന് വരിക. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ പെർഫോമൻസ് മാക്സ് എന്നുള്ള ക്യാമ്പയിൻ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഉപയോഗം വരും എന്തായാലും. കാരണം ഇത് മൾട്ടിപർപ്പസ് ക്യാമ്പയിൻ ആണ്. അതായത് യൂട്യൂബില്, ഡിസ്കവറിയില്, സെർച്ചില്, ഇമെയിലില്, അതുപോലെ തന്നെ എന്താ ഗൂഗിൾ ഡിസ്കവറിയിൽ എല്ലാത്തിലും ക്യാമ്പയിൻ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് മൾട്ടിപർപ്പസ് ക്യാമ്പയിൻ ആണ്. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളെ ബിസിനസ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം. ട്രാഫിക് ക്യാമ്പയിൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? ഞാൻ ചെയ്തീനെ. ഓക്കെ, പബ്ലിഷ് ആയോ? പബ്ലിഷ് ഞാൻ പോസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുവരെ ചെയ്താണ്ട് പബ്ലിഷിന്റെ മുന്നേ പോസ്റ്റ് ആക്കി. ഓക്കെ ഓക്കെ. അല്ല, പബ്ലിഷിന്റെ ഓപ്ഷൻ വന്നാൽ മതി, അല്ലെങ്കിൽ എറർ ആ ഉണ്ടാവും. വന്നന. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ല. പക്ഷെ ഇനിയിപ്പോ എന്താ വിഷയം എന്ന് വെച്ചാല് അല്ല, അന്ന് ഫൈനൽ URL അവിടെ ഞാൻ അന്ന് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അത് ഇങ്ങനെ പാത്ത് കൊടുക്കാന്ന്. അതൊക്കെ പിന്നെ റെഡിയായി. ഓക്കെ. ഇനി എന്താ വെച്ചാൽ നമ്മൾ ക്യാമ്പയിൻ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താ വെച്ചാല് ക്യാമ്പയിൻ ചെയ്യാൻ പഠിച്ചു. പക്ഷെ ആ ക്യാമ്പയിൻ ഒന്നും കൂടെ റിസൾട്ട് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, ഇപ്പോ ഞാൻ കാണിച്ചു തരാം ഒരു എക്സാമ്പിൾ. ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ സ്ക്രീന്. ഓക്കെ. ഇതിപ്പോ ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു സാമ്പിൾ ഡോക്യുമെന്റ് ആണ്. ഇതിപ്പോ ഒരു ഫേസ്ബുക്ക് അവയർനെസ് ക്യാമ്പയിന്റെ ഒരു ഡോക്യുമെന്റ് ആണ്. ഇതിപ്പോ എന്താ വെച്ചാൽ ഒരു അവയർനെസ് ക്യാമ്പയിൻ ഡോക്യുമെന്റ്. ഫസ്റ്റ് ആണ് ക്യാമ്പയിൻ ഓവർവ്യൂ. ക്യാമ്പയിന്റെ നെയിം നമ്മൾ കൊടുക്കുന്ന ക്യാമ്പയിന്റെ നെയിമാണ് എന്ത് ചെയ്യുക അവിടെ കൊടുക്കാനുള്ളത്. പിന്നെ ഒബ്ജക്റ്റീവ്, ഏത് ടൈപ്പ് ക്യാമ്പയിൻ, അവിടെ ബ്രാൻഡ് അവയർനെസ് ആണ് അത് കൊടുക്കും. ഡ്യൂറേഷൻ, ഇവിടെ നമുക്ക് എന്ന് മുതൽ എന്ന് വരെയാണ് നമ്മുടെ ക്യാമ്പയിൻ റൺ ചെയ്യേണ്ടതെന്ന് കൊടുക്കാനുള്ളത്. പിന്നെ അടുത്ത് ടാർഗറ്റ് ഓഡിയൻസ്. അപ്പൊ നമ്മുടെ ആ ബിസിനസിന്റെ ഓഡിയൻസിന്റെ ഏജ്, അവരുടെ ജെൻഡർ, ഏത് ലൊക്കേഷൻ ആണ്, ഏത് ലാംഗ്വേജ് ആണ്, പിന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ബിഹേവിയർ, നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കുന്ന ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റ്, അവരെ ബിഹേവിയർ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ആദ്യം ഈ ഡോക്യുമെന്റിൽ നമ്മൾ കൊടുക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ആഡ് കോൺഫിഗറേഷൻ, നമ്മൾ ആഡിന് എന്താണ് നെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആഡിന്റെ ബഡ്ജറ്റ് എത്രയാണ് നിശ്ചയിക്കുന്നത്, ആഡ് എന്ന് മുതൽ എന്ന് വരെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്, ആ ആഡ് എവിടൊക്കെ കാണണം, ഓട്ടോമാറ്റിക് പ്ലേസ്മെന്റ് ആണോ അതോ മാനുവൽ ആണോ, മാനുവൽ ആണെങ്കിൽ നമുക്ക് എവിടൊക്കെ കാണണം. അപ്പൊ നമ്മുടെ ഓഡിയൻസ് എവിടൊക്കെയാണ്, നമ്മൾ സെലക്ട് ചെയ്ത ഓഡിയൻസ് ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുക, അവർ ഏത് സമയത്താണ് ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക, ആ സമയത്ത് ആ പ്ലാറ്റ്ഫോമിൽ കാണേണ്ട രീതിയിൽ എന്ത് ചെയ്യണം, ഇവിടെ പ്ലേസ്മെന്റ് സെറ്റ് ചെയ്യുക. ആഡിന്റെ ഫോർമാറ്റ്, നമ്മൾ കറോസലാണോ, സിംഗിൾ ഇമേജ് ആണോ, വീഡിയോ ആണോ, ഏത് കണ്ടന്റ് ആണെന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഹെഡ്ലൈന്, അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഹെഡ്ലൈൻസ് കൊടുക്കുക, ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇമേജ് ആണെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, അതിന്റെ ലിങ്ക് കൊടുക്കുക. നമ്മളെ കാൾ ടു ആക്ഷൻ, ഏത് ടൈപ്പ് കാൾ ടു ആക്ഷൻ ആണ് കൊടുക്കുന്നത്, അതായത് ഡൗൺലോഡ് ലിങ്ക് എന്നോ, വെബ്സൈറ്റ് ഗെറ്റ് മോർ എന്നോ, ഗെറ്റ് കോട്ട് എന്നോ. പിന്നെ ആഡിന്റെ കണ്ടന്റ് സ്ട്രാറ്റജി, നമ്മൾ എന്താണ് ആ ക്യാമ്പയിന് വേണ്ടി കൊടുക്കുന്നത്, കണ്ടന്റ് എന്താണെന്നുള്ളത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ക്യാമ്പയിന് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ എങ്ങനെ അനലൈസ് ചെയ്യുക എന്നുള്ളത്.
മറ്റൊന്ന് അതിനെ ട്രാക്ക് ചെയ്യുന്നത് നമ്മളെ ഫേസ്ബുക്ക് പേജിനെ ഒരു കണക്ട് ചെയ്തുകൊണ്ട് പിക്സലിനെ ഒരു കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ KPI എന്ന് പറയും. KPI എന്ന് കേട്ടോ നിങ്ങൾ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അതായത് നമ്മുടെ ഇംപ്രഷൻ എത്ര വന്നു, എത്ര റീച്ച് വന്നു, എത്ര ക്ലിക്സ് വന്നു, എത്ര ഫ്രീക്വൻസിയാണ് നമ്മൾ ഫ്രീക്വൻസി ഗ്യാപ്പ് എത്രയാണ് ഉള്ളത് നമ്മുടെ ക്യാമ്പയിൻസ്. അതുപോലെ CTR ക്ലിക്ക് റേറ്റ്, അതുപോലെ ക്ലിക്ക് ത്രൂ എന്താ ലീഡ്, അതുപോലെ തന്നെ നമ്മുടെ വ്യൂസിന് എത്ര എമൗണ്ട്, ഒരു വ്യൂവിന് പെർ വ്യൂക്ക് എത്ര എമൗണ്ട് നമുക്ക് വന്നു എന്ന് തുടങ്ങി നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് ഇത് അനലൈസ് ചെയ്യുക. നമ്മളെ ക്യാമ്പയിൻസ് പെർഫോമൻസ് അനലൈസ് ചെയ്യുക. അതിനാണ് KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റേഴ്സിനെ പറയുന്ന പേരാണ്. ഇത് വെച്ചിട്ട് നമ്മളതിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നത് ഇവിടെ ആദ്യം തന്നെ നമുക്ക് ധാരണ വേണം. ഇത്ര ഇംപ്രഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ ഇത്ര റീച്ച് വരും, ഇത്ര ഫ്രീക്വൻസിയിൽ നമ്മൾ അവർ കാണിക്കും, അതിൽ നമുക്ക് ഇത്ര ക്ലിക്സ് അതിലൂടെ വരണം എന്നുള്ളത് നമ്മൾ ആദ്യം നമുക്ക് എന്ത് വേണം, ഗോൾ സെറ്റ് ആക്കണം. അതിവിടെ കൊടുക്കണം. ദെൻ ടെസ്റ്റ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഗോൾ ഫസ്റ്റ് അച്ചീവ് ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെയാണ് ശരിക്കും നമുക്ക് ഫസ്റ്റ് ഒരു ക്യാമ്പയിൻ ചെയ്ത് ആ ക്യാമ്പയിന് ബേസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ഓഡിയൻസിനെ സെലക്ട് ചെയ്തു. ഡിഫറെന്റ് ടൈപ്പ് 2 ഓഡിയൻസിനെ ഒരു ക്യാമ്പയിന് വേണ്ടി സെലക്ട് ചെയ്ത് ക്യാമ്പയിൻ റൺ ചെയ്യുകയാണ്. അപ്പൊ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് റിസൾട്ട് തരുന്നത് ഇപ്പോൾ ഹെഡ്ലൈൻ കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് കൊണ്ടോ ഓഡിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് കൊണ്ടോ ഏത് കാറ്റഗറിയിലാണ് ബെറ്റർ എന്ന് ഐഡന്റിഫൈ ആണ് A/B ടെസ്റ്റിംഗ് നമ്മൾ ക്യാമ്പയിനിൽ കാണിച്ചിരുന്നില്ല. ഗൂഗിൾസിലുണ്ട്, അതുപോലെ തന്നെ മെറ്റയിലും ഉണ്ട്. ഈ ക്യാമ്പയിൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം. എന്നിട്ട് അത് ഏറ്റവും ബെറ്റർ ഏതാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക, അത് ബേസ് ചെയ്ത് സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യുക, എന്നിട്ട് ആഡ് റൺ ചെയ്യുക, അപ്രൂവ് ചെയ്യുക. ഇതാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്, ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഡോക്യുമെന്റൈസേഷൻ, ഓരോ പ്രാവശ്യം നമ്മുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ ഈ ഡോക്യുമെന്റിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഡോക്യുമെന്റ് അങ്ങനെ പോകും. ഈ ഒരു സാധനം കിട്ടി നിങ്ങൾക്ക്, ഇതിന്റെ സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാം, ഇതിപ്പോ ഒരു സാമ്പിൾ ഡോക്യുമെന്റ് ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ വാട്സാപ്പിൽ എന്ത് ചെയ്യാം, എനിക്ക് അയച്ചു തരാം. ഹലോ, ആ ആ ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ആ ഇതിപ്പോ മെറ്റന്റെ ആണ്. ഇതേപോലെ തന്നെയാണ് ഗൂഗിൾ ആഡിന്റെ ഇതേ സെയിം സംഭവം തന്നെയാണ്. ഇത് മെറ്റ ആഡിന്റെ ആണെന്നുള്ളൂ. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ആദ്യം എന്ത് വേണം, ആ ക്യാമ്പയിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്റ്, നമുക്കൊരു ഐഡിയ വേണം. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പൈസ വേസ്റ്റ് ആവാതെക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ രീതിയിൽ ചെയ്യേണ്ടത്. മറ്റേ നമ്മളൊരു ഐഡിയക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ പൈസ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ നഷ്ടപ്പെടും. അപ്പൊ അതിനു മുമ്പ് ആദ്യം നമ്മുടെ ഓഡിയൻസിനെയും ആ ബിസിനസിനെയും അതിന്റെ ഓഡിയൻസിന്റെ ബിഹേവിയർ, ഇൻട്രസ്റ്റ്, അവരെ ഹാബിറ്റ്, ബൈയിങ് ഹാബിറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, നമ്മളെ ഐഡന്റിഫൈ എന്നാൽ നമ്മൾ അവരെ കുറിച്ച് ഒരു പഠനം നടത്തുക, സ്റ്റഡി നടത്തുക. ആ സ്റ്റഡി ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കിയ ആ ഓഡിയൻസിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആകുമ്പോൾ അല്ലെങ്കിൽ അവർ കാൾ ടു ആക്ഷൻ ചെയ്യുന്ന, അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ആ ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യുക, അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്ലേസ്മെന്റ് എവിടെയാണോ അത് സെലക്ട് ചെയ്ത് വെക്കുക, അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൈം ഏതാണോ അത് മെഷർ ചെയ്ത് വെക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ അനലൈസ് ചെയ്യണം. എന്നിട്ട് ഈ ഫോം രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു ഓർഡർ ആണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചൊക്കെ കസ്റ്റമർ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുക, അതിന് പ്രശ്നമില്ല. എന്നിട്ട് ആ രീതിയിൽ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ട ഇമേജ് വരെ എന്ത് ചെയ്യണം, നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇന്ന ഇമേജ്, ഇന്ന ക്യാപ്ഷന്, ഇന്ന ഹെഡ്ലൈന്, ഇന്ന ഡിസ്ക്രിപ്ഷന്, അതുപോലെ ഇന്ന വെബ്സൈറ്റ് ലാൻഡിംഗ് പേജ് തുടങ്ങിയ A to Z കാര്യങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യുക. അങ്ങനെ റിസൾട്ട് നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്ന റിസൾട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഭാവിയിൽ പിന്നെ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഈ റിസൾട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്ത് ഏത് രീതി ക്യാമ്പയിൻ റൺ ചെയ്തിട്ടാണ് ഏറ്റവും ബെറ്റർ റിസൾട്ട് വന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും അതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയ രീതിയിൽ ക്യാമ്പയിൻസ് റൺ ചെയ്യാനും പറ്റും. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ഡോക്യുമെന്റിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇത് മെറ്റന്റെ ആണ്. ഇതേ രൂപത്തിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം, സെയിം സംഭവം തന്നെയാണ്. മെറ്റന്റെ ഗൂഗിളിന്റെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഒരു 15ഓളം മിനിമം ഹെഡ്ലൈൻ വേണം, അതുപോലെ ഒരു 6ഓളം ഡിസ്ക്രിപ്ഷൻ വേണം, മൾട്ടിപ്പിൾ കണ്ടന്റുകൾ കൂടുതൽ വേണം. കാരണം ഒരുപാട് ടൈപ്പ് ക്യാമ്പയിൻ ഡിഫറെന്റ് ടൈപ്പിൽ ആഡ് ചെയ്യണം. സൈറ്റ് ലിങ്ക്, അതുപോലെ എക്സ്റ്റൻഷന്, സ്ട്രക്ചർ, സ്നിപ്പറ്റ്,
സൈറ്റ് എക്സ്റ്റൻഷൻ ലിങ്ക്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഡാറ്റാസും കൂടെ ഇതിൽ അഡീഷണൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാമ്പയിൻസ് ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ക്യാമ്പയിൻസ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിർബന്ധമായിട്ട് ക്യാമ്പയിൻ ചെയ്ത് നോക്കണം. അത് ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് പോകും. ഡോക്യുമെന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് അവിടെ കിടക്കുക ഡോക്യുമെന്റ്, അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും. അത് ഗൂഗിൾ ഡോക്സ് ക്രിയേറ്റ് ചെയ്താൽ മതി, എന്നാൽ മിസ്സായി പോകില്ല. അപ്പൊ ഈ ഡോക്യുമെന്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് അയക്കോട്ടെ. അപ്പൊ ഞാനത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരണ്ട് കേട്ടോ. ഓക്കെ. ഓക്കെ.